പിന്നെ സ്ക്രീൻ പ്ലേ ഡയലോഗ് ഞാൻ കുറെ ചിരിക്കാനുണ്ടായിരുന്നു. അതായത് ആളുടെ അത് കഴിഞ്ഞ ഷോർട്ട് ഫിലിം കണ്ടു, അഞ്ചിന്റെ അന്ന് സഞ്ജയനം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലിതുപോലെ അഞ്ചിന്റെ അന്ന് സഞ്ജയനം. ഇയാള് മരണ സിനിമ എടുക്കുള്ളൂ. ഞാൻ ഈ സീറ്റ് അങ്ങോട്ടാക്കിയാലോ മൊത്തത്തിലൊരു എന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നിന്നെയൊക്കെ വളർത്തിയ സമയത്ത് 10 വാഴ വെച്ചിരുന്നെങ്കിൽ പറയില്ലേ? എന്നെ ചൂണ്ടിക്കാണിക്കല്ലേ വൈച്ചേട്ടാ. സിനിമയുടെ പേര് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നാണ്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ ഫുൾ ഓൺ ചിരിയാണ്, വ്യസനത്തിനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏതാണ്ട് കാസ്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ദ ടീം മൊത്തത്തിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ വെൽക്കം ടീം വ്യസന സമേതം ബന്ധുമിത്രാദികൾ ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ട്രെയിലറാണ്. ഭയങ്കര കോമഡി, ഫുൾ ഓൺ കോമഡി ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു മരണവീടുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന എന്തോ ഒരു കാര്യമാണ്. അതല്ലാണ്ട് അതിന് മേലെ പിന്നെ ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു മരണവീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. സാധാരണ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എഴുതുന്നത് സഞ്ജയനക്കാടിലാണ്. തീർച്ചയായിട്ടും അത് മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി തന്നെയാണ്. പക്ഷെ അതിന്റെ കാലിയോഗ്രാഫി വന്നിട്ട് ഞങ്ങൾ കുറച്ച് തമാശയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ അത് തന്നെയാണുള്ളത്. ഒരു മരണവീടാണ്, അവിടെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ തരത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് തമാശയായിട്ട് കിട്ടുന്നുണ്ട്. അതാണ്. എന്നാൽ മരിച്ചടക്കുന്ന ആളോട് സഹതാപമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മരണത്തോടുള്ള അനാദരവൊന്നും കാണിച്ചിട്ടുള്ള തമാശകളൊന്നുമല്ല. റെസ്പെക്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഏതൊരു മരണവും അടക്കത്തോടു കൂടി ആ സഹതാപം അവസാനിക്കും അല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഈ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായത്തിൽ മൂത്ത ആള് ഞാനല്ലേ. ഞാൻ പോയ അടക്കമൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ അടക്കത്തിന് പോയിട്ടുള്ള ആള് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. സഹതാപമൊക്കെ ഒരു 48 മണിക്കൂർ കൊണ്ട് അവസാനിക്കും. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ആ മറവിയാണ് അല്ലേ? നീ ഇത് തലയായിട്ട് നിനക്ക് നിനക്ക് നിന്റെ ജനറേഷനൊക്കെ അല്ലല്ലേ, ഇവന്റെയൊക്കെ ജനറേഷനൊക്കെ മരണം മാത്രമല്ല മറവി. ഇവന്റെയൊക്കെ ജനറേഷനും മരണം മാത്രമല്ല മറവി. ഇന്നലെ ഒരുത്തിനെ പരിചയപ്പെട്ടാൽ പോലും മറന്നു. ഞാൻ ബൈജനെ മറക്കത്തില്ല. അരുവി എന്നിട്ട് എന്താ അരുവി ഒന്നും മറക്കാഞ്ഞത്? ഏതാ അരുവി? അരുവി എന്താ ഒന്നും മറക്കാഞ്ഞെന്ന്? അരവിന്ദാക്ഷനല്ലേ മറ്റേ മരണമാസിലെ ക്യാരക്ടർ അങ്ങനല്ലേ? അല്ല ഞാൻ ചെയ്യട്ടെ. ഞാൻ ആ സിനിമ കണ്ടിട്ടിരുന്ന് ആലോചിച്ച് എന്താണെന്നറിയോ, ആ ക്യാരക്ടർ ഉണ്ടല്ലോ, മെയിൻ ക്യാരക്ടർ ലൂക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? കോ റൈറ്ററും കൂടെ അല്ലേ? എന്താ തലയിൽ വെച്ചിട്ടാണ് അത് എഴുതിയത്? അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വേണല്ലോ അങ്ങനെ ഒരു സാധനം എഴുതാൻ. അല്ല, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ. നീയാണോ എന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്? യെസ്. അതെ. വെറുതെ അല്ല വീണ്ടും അനുശ്വരയുടെ സൈഡിലിരുന്ന് ചിരിയോ. ഞാൻ ഇവിടുന്ന് അങ്ങ് പോയാലോ എന്ന് ആലോചിക്കുക. കുഴപ്പമില്ല, എന്തായാലും വന്ന് പെട്ട്. അതെ. അല്ല, ഇവിടെ ഇപ്പം സിജുവിന്റെ മരണം നടക്കുന്നത് കണ്ടോ ചേട്ടാ മരണമാസം? ഞാൻ മരണമെന്ന് കേട്ടാലേ ഞാൻ കാണൂല, പക്ഷെ വ്യസന സമയത്ത് ഞാൻ കാണും. ഇപ്പം അതിന്റെ സ്ക്രിപ്റ്റിനെ ഇപ്പൊ മുരളി ഗോപി ഉൾപ്പെടെ സിനിമ കണ്ടിട്ട് അതിന്റെ സ്ക്രിപ്റ്റിനെ ഭയങ്കര അഭിനന്ദിച്ചിട്ട്, കാരണം ഇത് അങ്ങനെ എല്ലാരും കൈവയ്ക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ഥലമല്ല ഈ എന്താ പറയാ നമ്മുടെ ഡ്രാമ. സിനിമ എഴുതി സത്യമായിട്ട് എപ്പോഴാണ് അറിയുന്നത്? സ്റ്റോറി ഞാന്, പിന്നെ സ്ക്രീൻ പ്ലേ ഡയലോഗ് ഞാൻ അതിൽ ചുരണ്ടിയൊന്നുമില്ല. സത്യം പറ. ഇല്ല, സത്യം കഴിയില്ല. ഇല്ല, ഞാൻ ചൊറഞ്ഞിട്ടില്ല, സത്യമായിട്ടില്ല. നിന്റെ മനസ്സിൽ നീ ക്രിയേറ്റ് ചെയ്തത്. അതെ അതെ, ഈ കഥ സത്യം. ഫുള്ള് അല്ല പിന്നെ പകുതിയല്ലല്ലോ, ഫുള്ള്. എവിടുന്ന് സമയം നിനക്ക്? അല്ല, ഇതിലൂടെ അഭിനയിക്കണം, നിനക്ക് ഡബ് ചെയ്യാൻ പോണം, പ്രൊമോഷന് പോണം, അല്ല കഥ എഴുതണം, പ്രൊമോഷൻ ചെയ്യണം. കഥ എഴുതാൻ എവിടുന്ന് സമയം എന്നാണ് ചോദിച്ചത്. അതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നു. നല്ല ഒരു ശ്രമമാണല്ലേ, നല്ല ശ്രമമാണത്. അപ്പം നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞു നിർത്തി. മരണമാസിന്റെ കാര്യമല്ല ഇവിടെ പറയണ്ട. ഇവിടെ പറയേണ്ട ബന്ധുമിത്രാദികളുടെ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഇവിടെ ഇറങ്ങി റിലീസായി കാര്യമാണോ മഞ്ജു പറയുന്നത്? ശരി, എന്നാ അത് വിട്ട്. എന്നാ വ്യസന സമേതം ബന്ധുമിത്രാദികളിലേക്ക് വരുമ്പോ നേരത്തെ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യായിരുന്നു. വരുന്നതിൽ നല്ലതെന്ന് തോന്നുന്ന ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ മിക്കവാറും
ഡയറക്ടറിനെയാണ് നോക്കുക, ആളെങ്ങനെയാണ് ആ കഥ പറഞ്ഞു തരിക എന്ന് നോക്കുക, കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളിലാണെന്ന്. വാട്ട് ഡിഡ് യു സീ ഇൻ ഹിം? അതായത് ആള് പറഞ്ഞ കഥയുടെ വാട്ട് എക്സൈറ്റഡ് യു? വിപിൻ ചേട്ടൻ നറേറ്റ് ചെയ്ത് ഇത് തന്നെയാണ്. കഥ നറേറ്റ് ചെയ്യുമ്പോൾ കുറേ ചിരിക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് എന്നെ വിപിനേട്ടനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു കഥയുണ്ട് കേട്ടു നോക്കുന്നുണ്ട് വിപിനേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ ഈ വിപിനേട്ടൻ വന്നിട്ട് വിപിൻ ചേട്ടൻ വന്നിട്ട് കഥ പറഞ്ഞു തന്നു. കുറേ ചിരിക്കാനുണ്ടായിരുന്നു. അതായത് ആളുടെ അത് കഴിഞ്ഞ ഷോർട്ട് ഫിലിം കണ്ടു, അഞ്ചിന്റെ അന്ന് സഞ്ജയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലിതുപോലെ അഞ്ചിന്റെ അന്ന് സഞ്ജയനം. ഇയാള് മരണ സിനിമ എടുക്കുള്ളൂ. അതിന്റെ വലിയ പ്രശ്നമാണ് ഇത്. ഷോർട്ട് ഫിലിം എടുക്കുമ്പോ അതിന്റെ ലോങ് വേർഷനാണ് സിനിമ അല്ലേ? അതെ അതെ. അല്ല ആ കഥയാണ് കഥയൊന്നും ആ കഥയല്ല. അതുമായിട്ട് ബന്ധമില്ല, പക്ഷെ അതിന്റെ ഒരു കുറെ എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. ഇനി ഒരു 100 പടം ശൈലി, എടുക്കും. സംഭാഷണ ശൈലി, ആ നാട്. 100 പടം എടുക്കും. അത്രയും കഥയുണ്ട്. നമ്മൾ ഇതിൽ തന്നെ 1 മണിക്കൂർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മരണത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ എല്ലാം മരിച്ച കഥയാണ്. എല്ലാം കോമഡി. അത് ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ ഒരു മരണമൊക്കെ comedy ആക്കുന്നത്. എല്ലാം മരണത്തിനെ കുറിച്ചുള്ള കഥ. ആ എല്ലാ മരണത്തെ കുറിച്ചുള്ള കഥകളിലും കോമഡി. അതാ ചോദിച്ചു, എങ്ങനെ ഒരു മരണം കോമഡി ആക്കുന്നത്? അല്ല നമ്മള് മരണത്തോട് അനാദരവ് അല്ല, അത് കാണിച്ചുകൊണ്ട് മനസ്സിലായി. ഇത് ഈ പറഞ്ഞ മാതിരി ഒരു ഈ കയ്യാലപ്പുറത്ത് തേങ്ങാന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറിപ്പോയി ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്റെസ്പെക്ട് വരുമല്ലോ. അപ്പൊ അത് ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ് എന്ന് അറിയാം. ഒരു ഗ്യാതറിംഗ് ആണ്. അപ്പൊ നാട്ടിൻപുറത്താകുമ്പോൾ ആ നാട്ടിലുള്ളവരെല്ലാരും മിക്കവാറും ഒക്കെ എല്ലാരും മരണ വീട്ടിൽ വരും. അപ്പൊ അതിനിടയിൽ ഒരുപാട് തമാശകൾക്ക് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ മരണപ്പെട്ട ആളിന്റെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ വലിയ വിഷമമായിരിക്കാം. അപ്പൊ അല്ലാതെ ഉള്ളവർക്കൊക്കെ ഇതൊരു കാഴ്ചയാണ് പലപ്പോഴും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ എന്റർടൈൻമെന്റ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത്. പിന്നെ മാത്രമല്ല, മരണം എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് സമയത്തേക്കല്ലല്ലോ. അവർ വന്നു, എത്ര മണിക്കാണ് ഇത് ഡെഡ് ബോഡി എടുക്കുന്നത്, അപ്പൊ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട്, കുറെ ജോലികളുണ്ട്. ഇതിനകത്തൊക്കെ ഇവര് ഭാഗമാകും. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് തമാശക്കുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ വെറുതെ ബോറടിച്ചിരുന്നപ്പം പെങ്ങൾ വിളിച്ചു പറഞ്ഞ് അളിയൻ മരിച്ചു എന്ന്. പിന്നെ അങ്ങോട്ട് തിരക്കായി, ആളായി, ഫോൺ വിളിയായി, പിന്നെ പന്തലേട്ടായി, കൂട്ടുകാരായി, വെള്ളമടിയായി, ചീട്ടുകളിയായി, അമ്പോ ആകെ ഉഷാറായി. പിന്നെ ഇത് ശരിക്കും നടന്നാണ്? നടന്ന സംഭവം. സ്വന്തം പെങ്ങള്? എന്റെ അല്ലേ, എനിക്ക് പെങ്ങളില്ലല്ലോ. അല്ല, ഇത് പൊതുവെ പറയപ്പെടുന്നതാണ്. എല്ലാം ഇനി അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അല്ല, വൈച്ചേട്ടൻ പറയണ ഭയങ്കര ഒറിജിനാലിറ്റി. അല്ല, ഞാൻ പറഞ്ഞതല്ല. ഇത് ഇങ്ങനെ തമാശ ഉണ്ട്. ഇങ്ങനെ വെറുതെ അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കും പെങ്ങള് വിളിച്ചു പറഞ്ഞ അളിയും മരിച്ചു പോയിരുന്നു. പിന്നെ നമ്മൾ തിരക്കാവുമല്ലോ. വാഴയിൽ നിന്ന് കിട്ടിയ പ്രചോദനത്തിലാണോ ഈ സിനിമ പ്രൊഡക്ഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. നമ്മള് അല്ലെങ്കിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ് പോയത്. വാഴയിൽ ഞാൻ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പോൾ ഇതില് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു പടം ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഇരുന്നപ്പോൾ ഈ പറഞ്ഞ ഒന്ന് തമാശയായിരിക്കണം, 2 ഈ പറഞ്ഞ നമ്മുടെ ജോണറിലോട്ടൊക്കെ മാച്ച് ചെയ്യുന്നൊരു പടമായിരിക്കണം എന്ന് വെച്ചിരുന്നപ്പോൾ ഇങ്ങനൊരു കഥ കേട്ടു, കഥ ഇഷ്ടപ്പെട്ടു, പിന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ വാഴ കഴിഞ്ഞിട്ട് വാഴ ടീമിലുള്ള ആളുകളെ ആരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ വാഴ 2-നെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവരൊക്കെ പറയും ഞങ്ങളാരും അതിലില്ല, പഴയ വാഴകളൊന്നുമില്ല എന്ന്. എന്നാൽ വാഴയിലുണ്ടായിരുന്ന എല്ലാ ആളുകളും വ്യസന സമേതത്തിലുണ്ട്. ആ കാസ്റ്റിംഗ് എങ്ങനെ സംഭവിച്ചു? അല്ല, ഇത് എനിക്ക് തോന്നുന്നു നമ്മള് ഒക്ടോബറിൽ 5-ാം തീയതി ഞാൻ കഥ വയ്ക്കുന്നത്. നവംബർ 1 ഷൂട്ട് തുടങ്ങി, ഒരു 20 ദിവസം ഷൂട്ട് തുടങ്ങി. അപ്പൊ ഞാൻ എല്ലാവരും വിളിച്ചു. എനിക്ക് അത്യാവശ്യം അറിയാവുന്ന കോൺടാക്റ്റിൽ കിട്ടുന്ന ഇപ്പൊ ജഗദീഷേട്ടനൊക്കെ വിളിച്ചിട്ടുണ്ട്. വൈചേട്ടൻ ആദ്യം ഇല്ലെന്ന് പറഞ്ഞാണ്, വേറെന്തോ പടം ക്ലാഷ് ഉണ്ടായിരുന്നു. പിന്നെ വൈചേട്ടൻ അത് കളഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പം ഇപ്പൊ സിജു, അപ്പൊ അങ്ങനെ കുറെ പേര് വിളിച്ചതിൽ വന്നവർ ഈ പറഞ്ഞ അപ്പ ഫ്രീ ആയിരുന്നവരാണ്. നവംബർ ഡിസംബറിൽ ഫ്രീ ആയിരുന്നവരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വന്നത്. അല്ലാതെ നമ്മള് വാഴയിലുള്ളവരെല്ലാം എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ വാഴയിലുള്ള വേറെ ആൾക്കാർ അതില്ല. അല്ല, ഞാൻ പറഞ്ഞു വാഴയിൽ ഇപ്പൊ അച്ഛൻ മോൻ കോംബോ ആയിട്ട് വന്ന് നിങ്ങളുടെ സിജുവിന്റെ അച്ഛനായിട്ടുള്ള സിജു, ജോമോൻ, അസിസിക്ക, 4 പേരേ ഉള്ളൂ. 4 പേരുണ്ട്. പക്ഷെ കാണുമ്പോ അവര് ടീമിനെ പോലെ തോന്നും. അങ്ങനത്തെ ഒരു ഫീൽ വരും. വാട്ട് വാസ് യുവർ എക്സൈറ്റ്മെന്റ് ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ, ഇത് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട്? ഇത് കേട്ടോ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്തു വന്ന സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട, കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ടാവുമല്ലോ, അതേ ജോണറിൽ തന്നെ അതിന്റെ ഒരു എഡ്ജിൽ തന്നെ ഈ സിനിമ നിൽക്കുന്നു. അപ്പം ഇപ്പൊ ജയ വാഴ, ഗുരുവായൂർ എന്നൊക്കെ പറയുന്ന പോലെ അത് അടുത്ത് ചെയ്യാൻ പറ്റിയ പടം എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു സ്ക്രിപ്റ്റ് കോമഡി എന്ന് എഴുതി എടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഒരാൾ 2-3 വർഷമായിട്ടിരുന്ന് എഴുതി കൊണ്ടുവരുന്ന സാധനം വരുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അതിന്റെ നെഗറ്റീവും പോസിറ്റീവും അത് തന്നെയാണ്, ഈ ലീഡ് ആക്ടർ ഇല്ലെന്നുള്ളതാണ്.
ഒരു ആസിഫോ ഒരു ടൊവിനോ ഒരു പൃഥ്വിരാജിനോ പ്രായമുള്ള സിനിമയല്ലത്. അപ്പൊ അതുകൊണ്ടായിരിക്കും സിനിമ ഇത്രയും നീണ്ടുപോയതും പുള്ളിക്ക്. അപ്പൊ എനിക്ക് തോന്നി നമുക്കിപ്പോ വാഴ ചെയ്തൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ജയജയിലും എനിക്ക് ഹീറോ ഇല്ല, ഗുരുവായൂരും പൃഥ്വിരാജ് അല്ല എന്റെ ഹീറോ, ആരെന്ന് വെച്ചാൽ പുള്ളി നെഗറ്റീവ് റോളാണ് ചെയ്തത്. അപ്പം ദുഗലും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ഗ്രൂപ്പ് കളി ചെയ്യുന്ന സിനിമയ്ക്ക് ഞാൻ എപ്പോഴും ഭയങ്കര രസമുണ്ട്. പിന്നെ അതിന്റെ കണ്ടന്റ് ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം വിളിച്ചത് ബൈജു ചേട്ടൻ, ഈ പറഞ്ഞ അസീസ് അവരെയൊക്കെയാണ് ആദ്യം വിളിച്ചു ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ ചെയ്യാം. ജഗദീഷ് ചേട്ടനൊക്കെ വിളിച്ചു. അപ്പോൾ അതിൽ എല്ലാവരും ആ ഡേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വന്നാൽ പിന്നെ എല്ലാവരും വിളിച്ചിട്ടൊരു പരിപാടി ചെയ്യാം. എല്ലാവരും ഡേറ്റാണ് ആദ്യം എടുത്തത്, എന്നിട്ടാണ് പടം ചെയ്യാന്നങ്ങ് തീരുമാനിക്കുന്നത്. ഷിജു, ഇപ്പൊ ഈ പെട്ടിരിക്കണ പോലെ നടുക്കേറിയിരിക്കണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്ഥലത്ത് എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാലോ. ഇപ്പൊ അസീസിക്ക എല്ലാരും ഉണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി വാഴ, ഗുരുവായൂർ ആ ഫാമിലി തന്നെയാണിത്. അതെ, ഡയറക്ടർ മാത്രമാണ് ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ക്യാമറ ടീം എല്ലാവരും നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഫാമിലി വരുമ്പം നമുക്ക് അങ്ങനെയുള്ള ടെൻഷനുകളൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് സ്ലാങ് ആയിരുന്നു. ഇതിനകത്ത് ട്രിവാൻഡ്രം സ്ലാങ്ങിന്റെ പടമായതുകൊണ്ട് തന്നെ ഞാൻ 18 അപ്പൊ ആ സ്ലാങ് മാത്രം വിപിൻ ചേട്ടൻ എപ്പോഴും ഒന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഹാപ്പി ആയിരുന്നു എല്ലാവരും. ട്രിവാൻഡ്രം എന്നുള്ള ട്രിവാൻഡ്രത്തിന്റെ ഉൾപ്രദേശത്തിലുള്ള സ്ലാങ് ആണ്, അത് പറയാൻ കുറച്ച് കൂടുതൽ പ്രയാസമാണ്. പത്തനംതിട്ടയുള്ളത് നിനക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അത് വിപിൻ ചേട്ടൻ നൈറ്റ് നാളെ എടുക്കേണ്ട സീൻ എങ്ങനെയാണെന്നുള്ളത് വോയിസ് വാട്സാപ്പിൽ അയച്ചു തരും. അപ്പം കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ മൊത്തം മനസ്സിലാകുന്നില്ല, ഒരു ഐഡിയ കിട്ടും. പിന്നെ അവിടെ ടേക്ക് വരുമ്പം കുറച്ചുകൂടെ ഒന്ന് ട്രെയിൻ ചെയ്ത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിയ ചെയ്തിട്ടുണ്ടെന്ന് കരുതി. പത്തനംതിട്ട തിരുവനന്തപുരമായിട്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ആ മോളിലിരിക്കുന്ന സാധനം എടുക്കുന്ന പറയില്ലേ, ട്രിവാൻഡ്രത്ത് പറയും ആ മണ്ടൊക്കെ ഇരിക്കുന്ന സാധനം എടുക്കുന്ന ഒരു പത്തനംതിട്ട. ഇതല്ലേ ഉള്ളൂ ഇങ്ങനെ ചെറിയ വാക്കുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ സ്ട്രെസ് അത്രയും എല്ലാം എപ്പോഴും പറയാം, വാക്കുകളിലൊന്നും ഭയങ്കര സ്ട്രെസ് കൊടുക്കണ്ട, ഒഴുക്കി വിടണം. പത്തനംതിട്ടക്കാർ കുറച്ചുകൂടെ ഒന്ന് എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ ഒരു പിടുത്തമുണ്ട്. പക്ഷെ ഇതിന് മറ്റേ ഒഴുക്കി വിടുന്ന അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. സ്ലാങ്ങിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ലാങ് മാത്രം ബൈച്ചേട്ടനും ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഉൾപ്രദേശത്തിലെ സ്ലാങ് ആയതുകൊണ്ട് എനിക്ക് അത്ര വശമല്ലത്. അങ്ങനെ അവിടെ ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ട്. എൻ്റെ ഉൾപ്രദേശത്തെ സ്ലാങ് പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ ക്ലാസ്. രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, ഏതെങ്കിലും ഒരു സമയം പറ്റുള്ളൂ, 2 സമയം കൂടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പോയത് വൈകിട്ടായിരുന്നു, 6-7. അപ്പൊ വൈകിട്ട് ഷൂട്ടുള്ള ദിവസം എന്ത് ചെയ്യും? ഷൂട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിലല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, സ്ലാങ് പഠിക്കണ്ടേ. അങ്ങനെ പോയി. പിന്നെ വിപിൻ ഇടയ്ക്ക് പോയി, പിന്നെ ഈ വിപിൻ പോയി. വഴുതൊക്കെയാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു സ്ലാങ്? ഈ സിജു പറഞ്ഞ പോലെ തന്നെ ഒരു ഞാൻ സംസാരിക്കുന്നതിൽ ഭയങ്കര ഊങ്ങൽ കൊടുത്ത് ഭയങ്കര സ്ട്രെസ് കൊടുത്തിട്ടാണ് സംസാരിക്കുക. കണ്ണൂർ വിപിൻ ചേട്ടൻ ഇത് പറഞ്ഞിടും, ആളിരുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇരുന്ന് പറഞ്ഞു തന്ന് ഇവിടെ സ്ട്രെസ് കൊടുക്കണ്ട, ഇവിടെ അങ്ങനെ ആക്കണ്ടെന്ന് എനിക്ക് പ്രോംപ്റ്റ് തരും. ഇടയ്ക്കൊക്കെ ലിപ്പ് കിട്ടില്ല ഇടയ്ക്ക്, കാരണം ഇപ്പൊ നമ്മള് വേറെ രീതിയിൽ പറഞ്ഞാലും അത് ലിപ്പ് കിട്ടണമെന്നില്ല. അപ്പൊ ഡബിൽ പിടിക്കാതെ ഇവിടുന്ന് വീടിനെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഡബിൾ എളുപ്പമായിരുന്നു? ഡബിൾ എളുപ്പമൊന്നുമല്ല. ആളിരുന്ന് അവസാനം ഡബിലൊക്കെ ഇരുന്നിട്ട് ആക്ക് കണ്ണൂരൊക്കെ വന്ന് പറഞ്ഞു തിരുവനന്തപുരം പഠിപ്പിച്ച അവസാനം ആക്ക് കണ്ണൂരായി. ഈ റെട്രോ വിന്റേജ് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അനശ്വരയ്ക്ക് അത് ഭയങ്കരമായിട്ട് ചേരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആ ലുക്ക് ആണെങ്കിലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അത് ഭയങ്കര രസമായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. യു ഹാവ് അങ്ങനത്തെ ഒരു ഇഷ്ടം ടുവേർഡ്സ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്? ഇഷ്ടമുണ്ട്, അഫ്കോഴ്സ് ഉണ്ട്. അത് ചെയ്യാനുള്ളൊരു ഇഷ്ടമുണ്ട്. കാരണം ഞാൻ ജീവിച്ചില്ലാത്തൊരു ടൈം പീരീഡ് ഇപ്പൊ നമുക്കൊരു ഡെയിലി ലൈഫിൽ അങ്ങനെ ഡ്രസ് ചെയ്ത് നടക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ഇഷ്ടമുണ്ട്. ബട്ട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഞാൻ അങ്ങനെ സിനിമയൊന്നും എടുത്തിട്ടില്ല. അത് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം റീലുകൾ ഇങ്ങനെ കണ്ടു പോകുമ്പോഴേ SJ സൂര്യയുടെ ഒരു റീല് കണ്ടിരുന്നു. SJ സൂര്യ ഫഫയും കൂടെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ആങ്കർ ചോദിക്കുമ്പോൾ ഹി വാസ് സേയിങ് ബിബിൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, ആൾക്ക് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടോ? സിനിമ ഡ്രോപ്പ് ചെയ്യില്ല, കാസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഓ, അതുപോലെ പിന്നെ പറഞ്ഞത് ലാലേട്ടനുമായിട്ടൊരു സിനിമ ഉണ്ടെന്നാണ്. അതും ഡ്രോപ്പ് ചെയ്തു. ഇതെല്ലാം ഡ്രോപ്പ് ചെയ്തു. അപ്പൊ പിന്നെ ഈ തിരക്ക് കൊറേയൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ലാലേട്ടൻ ഡ്രോപ്പ് ചെയ്തു, മറ്റത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ വാഴ 2 ആണ് ഇനി അപ്കമിങ് പ്രോജക്ട്? അതെ. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല? സന്തോഷ് ട്രോഫി ഉണ്ട്, പിന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അല്ല, വിപിനെ ഞാൻ മനസ്സിലാക്കിയ വിപിന്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുള്ളൂ. അല്ലാതെ ഈ വലിയ താരങ്ങളുടെ പുറകെ പോയി ഒരു സിനിമ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അല്ലേ? ഞാൻ കാരണം വിപിൻ്റെ ആദ്യത്തെ സിനിമ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു വിപിൻ്റെ ഹ്യൂമർ വേറൊരു കൈൻഡ് ഓഫ് ഹ്യൂമർ. വേറൊരു തലമാണത്. ചില ഹ്യൂമറെ വിപിൻ്റെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തമാശകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണല്ലോ വേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ കാര്യമില്ലല്ലോ, അല്ലേ? അപ്പൊ അതിൽ മിടുക്കനാണ്, അതുകൊണ്ടാണ് ഇപ്പൊ പിടിച്ച് ചെയ്യുന്നത്. വാഴ 2 ലണ്ടനിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. ശരിക്കും? അപ്പൊ ഞാൻ ചോദിച്ചു ഈ വാഴ കൃഷിയായിട്ട് ഇവന്മാർ അവിടെ പോണായിട്ടൊക്കെയാണ് കഥ എന്ന് ചോദിച്ചു. ലണ്ടനില് വാഴയില് വാഴയില്ലല്ലോ. വാഴയില് വാഴയില്ലല്ലോ. അല്ല, വാഴ ലിറ്ററലി വാഴയില്ലല്ലോ. ഉണ്ടോ? മനസ്സിലായില്ല അത്. അല്ല, വാഴ കൃഷിയായിട്ട് അവർ അവിടെ പോകുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ വാഴ എന്ന് പറയുന്നതിന്റെ അർത്ഥം വേറെയാണ്. അതെനിക്ക് മനസ്സിലായി. അല്ല, വാഴ കൃഷി അതായത് നിന്നെയൊക്കെ വളർത്തിയ സമയത്ത് 10 വാഴ വെച്ചിരുന്നെങ്കിൽ എന്ന് പറയില്ലേ? എന്നെ ചൂണ്ടിക്കാണിക്കല്ലേ വഹിച്ചോട്ടാ. നിന്നെ ഒന്നും ഉദ്ദേശിച്ചത് ഇയാളല്ലേ ഉദ്ദേശിച്ചത്? കോമൺ ഇൻ ജനറൽ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇതിലേ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, അതായത് ഭയങ്കര എന്ത് പറഞ്ഞാലും തగ్గടിക്കുന്ന ടൈപ്പ് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടല്ലോ. ഡു യു ഗൈസ് റിമെമ്പർ ഇതിന്റെ ഇടയിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കോമഡി പരിപാടികൾ സിനിമയുടെ ഇടയിൽ സംഭവിച്ചെന്നാ? അനശ്വര അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നാലും എന്നോട് പൊക്കോളാൻ പറയാം, അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത്. ബൈചേട്ടനാണ് കൂടുതലും തగ్గടിക്കുന്നത്. അതല്ല, നിനക്ക് അവിടെ ഉണ്ടായ നിനക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് മഞ്ജു ചോദിക്കുന്നത്. നീ ആ ഷൂട്ടിങ്ങിന് വന്നപ്പോ നീ കുറെ ദിവസമായിട്ടുണ്ട്, അത് ഞാൻ വന്നല്ലോ, 18 ദിവസം കഴിഞ്ഞല്ലേ വന്നത്, അത് കഴിഞ്ഞ് ഓരോരുത്തരും വന്നല്ലോ. അപ്പോഴൊക്കെ നിനക്ക് തോന്നി എന്താണ് നിന്റെ മനസ്സിലുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. മൊത്തത്തിലൊരു എന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ അതൊന്ന്. നിനക്ക് എന്നെ മുമ്പ് പരിചയമുണ്ട്, ഗുരുവായൂർ അമ്പലടയിലും നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ബൈചേട്ടനും ഗുരുവായൂർ, എന്റെ ആദ്യത്തെ സീൻ ഗുരുവായൂരിലെ ബൈചേട്ടനുമായിട്ടായിരുന്നു. അതെ, ആദ്യത്തെ സീൻ, ഫസ്റ്റ് സീൻ. അപ്പൊ അന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഭയങ്കര സീനിയറാണ്, നമുക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എല്ലാം വലിയ പ്രശ്നങ്ങളൊന്നും, സീനിയോറിറ്റി മാത്രമേ ഉള്ളൂ, ഒരു കാര്യമില്ല. പക്ഷെ എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി. ഇപ്പോഴും ഉണ്ട് നല്ല പേടി. അല്ല, അഭിനയിക്കുന്ന പേടി, ഉള്ളി പേടിയൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അത് പോയി. പക്ഷെ വ്യസന സമയത്ത് വന്നപ്പോഴത്തേന് എന്റെ ക്യാരക്ടർ മാറി. ബൈജന്റെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി വേറെ. ഈ വ്യസന സമയത്ത് അഭിനയിക്കുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ചിരിച്ചു വരുന്നുണ്ട്, പല സീനിലും ചിരിച്ചു വരുന്നുണ്ട്. കാര്യം ഞാൻ തന്നെ അഭിനയിച്ചിട്ട് ഞാൻ തന്നെ ചിരിച്ചു വരുന്നുണ്ട് ചില സീന്. അല്ല, എന്ത് സീനില്ല, കൂടെ നിൽക്കുന്ന ആളുകളുടെ ഇത് കണ്ട് ആ ഡയലോഗ് റെൻഡറിങ് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ചിരി വന്നിട്ടുണ്ട്. അത് നമ്മൾ റീടേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ചില സീനൊക്കെ റീടേക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ചിരിച്ചു, ഞാൻ ചിരിക്കുമ്പോൾ അസീസ് ചിരിക്കും. ഏതാണ്ട് ഇപ്പൊ സിനിമയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എനിക്ക് ഊഹിക്കാം. ഇനി സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫുൾ ഓൺ കോമഡിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഒരു ഫുൾ ഓൺ കോമഡി, അതായത് തുടക്കം മുതൽ നമ്മുടെ ഈ സിനിമ കണ്ടാല് ഓരോ വ്യക്തികളും ആഗ്രഹിക്കും ഒരിക്കലും മരിക്കരുത് എന്ന്. കാര്യം മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ മരണം വരെ കോമഡിയാണോ? ഓരോ വ്യക്തിയും വിചാരിക്കും, പ്രത്യേകിച്ച് പ്രായമായ അമ്മച്ചിമാരെ കൊണ്ട് അവര് ഒരു കാരണവശാലും ഇവന്മാരുടെ ഒന്നും മരിക്കരുത്, മരിക്കുകയാണെങ്കിൽ വേറെ എവിടെ പോയി മരിക്കണം. മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കോമഡി തുടങ്ങും, മക്കളായി ചെറുമക്കളായി എല്ലാം കൂടെ പിന്നെ കോമഡിയാ. ഇല്ലട്ടാ, വൻ സീനാവുന്ന മരണങ്ങളൊക്കെ ഉണ്ട്. ഇത് എനിക്ക് വലിയ സങ്കടമുണ്ട് ഇത് പറയാൻ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് സത്യാവസ്ഥ. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പൊ സങ്കടങ്ങളൊന്നും ഇല്ലാണ്ട് സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്നവര് വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.